ഈ വണ്ടി നമ്മൾ 5 രൂപ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. 15,000 ഓഫർ 5,35 ഫുൾ ലോണോട് എടുത്തുണ്ട്. അതും 17 വണ്ടിയാണ് ആലോചിക്കണം. ZXA പ്ലസ് ആണെന്ന് ആലോചിക്കണം. 5,35 കേട്ടോ. എന്ന് പറഞ്ഞത് 55,000 ഓഫർ കസ്റ്റമറെ കൊണ്ട് വാങ്ങിച്ചിട്ട് 4,20 നമുക്ക് 2015 വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപ ലോണും കിട്ടും. ഡീസൽ വണ്ടിയാണ്. 30,000 രൂപ ഈ മാസം ഓഫർ 7,20 കൊടുക്കാം. ഏറെക്കുറെ ഒരു 7 ലക്ഷം രൂപ ലോണും തന്നേക്കാം. വണ്ടി നല്ല പക്ക വണ്ടിയാണ്. 2,20 പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. നമുക്ക് കസ്റ്റമറോട് സംസാരിക്കാം. എന്തായാലും ഒരിക്കലും 1 ലക്ഷം രൂപ ഇന്നസെന്റ് പറയാൻ ഒരെണ്ണം കൊടുത്തിട്ട് അവന്റെ കണ്ണാടി എടുത്തിട്ട് നോക്കാം. നമുക്ക് ഈ വണ്ടി 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2,50,000 2,50,000 ഒരിക്കലും പറയാൻ പറ്റും. ഈ വണ്ടിയുടെ വില നമ്മളെ ഹൈലൈറ്റ് ആണ്. നമുക്ക് ഇതൊരു 2 ലക്ഷം രൂപ കൊടുത്തേക്കാം. 2 ലക്ഷം രൂപയ്ക്ക് 2015 ഏറ്റവും വില കുറച്ചിട്ട് ഏതൊരു സാധാരണക്കാരനും ഇഷ്ടം പോലെ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എപ്പോഴും കാണിക്കാറുള്ളത്. ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മുടെ കൊല്ലത്തുള്ള ട്രസ്റ്റ് വാല്യൂ ആണ്. ട്രസ്റ്റ് വാല്യൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള വണ്ടികൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതോട് തോന്നുന്നു ഒരു മിസൈൽ വീണ് കാണുന്നില്ല. സ്വാഗതം. നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡിൽ അത്യാവശ്യം അടിപൊളി വണ്ടികൾ, സെറ്റ് വണ്ടികളാട്ടോ. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വണ്ടികളെല്ലാം നമ്മൾ പെരുന്നാളെ നല്ല അടിപൊളി ഓഫറിൽ കൊടുക്കുകയാണ്. ഈ മാഗ്നറ്റിന്റെ കൂറോ എഡിഷനൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കണേ. ഞാനും അതായത് പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ. യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയുള്ള വണ്ടി എടുത്തോളൂ. അതിപ്പോ 10 രൂപ കൂടുതൽ കൊടുത്താലും നിങ്ങൾ നല്ല വണ്ടി നോക്കും. തീർച്ചയായും കൂടുതൽ കൊടുക്കുന്ന 10 രൂപ നഷ്ടമൊന്നും കൂട്ടണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ 10 രൂപ കൂടുതലൊന്നല്ല കേട്ടോ. അപ്പൊ നമ്മൾ നല്ല വണ്ടി വില കുറച്ചാണ് കൊടുക്കുന്നത്. ഞാൻ പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഇച്ചിരി വില പുതിയ വണ്ടി ഒന്നും കുറഞ്ഞിരിക്കുന്ന വെച്ചിട്ട് നമ്മളൊരു വണ്ടി എടുത്തിട്ട് കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറി അതിനുള്ള പണം ഒരുപാട് പൈസ ചെലവാക്കാണ്. 10 രൂപ കൂടുതൽ കൊടുത്താൽ നല്ല വണ്ടി എടുത്താൽ 50 രൂപ നിങ്ങൾക്ക് ലാഭിക്കാം. അത് മാത്രമല്ല ആക്സിഡന്റ് ഉള്ള വണ്ടികളും ഈ ടോട്ടൽ ലോസ് ആയ വണ്ടികളൊക്കെ പോയി എടുക്കാതെ നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി കണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് ഷോറൂമിലോ ഏതെങ്കിലും വർക്ക്ഷോപ്പിലോ മേശിരി ആരെങ്കിലും കൊണ്ട് കാണിച്ചിട്ട് ഞാൻ അജുവോ പറയും നോക്കണ്ട, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. അത് ഇവിടുന്നല്ല എവിടുന്നായാലും അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ഗ്യാരണ്ടി ആയിരിക്കും. പിന്നെ വാറണ്ടി വേണേൽ വാറണ്ടി വരും. ഈ പറഞ്ഞ ലോൺ കാര്യങ്ങളെല്ലാം ഓൾ കേരള ലെവലിൽ എവിടെ വേണമെങ്കിലും ലോൺ ചെയ്യും. ഓക്കെ. അപ്പോൾ എന്തായാലും കൊല്ലം ജില്ലയിലെ രണ്ടാംകുറ്റി എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നേരെ ഇത്രയും വണ്ടി വന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാല്യൂടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ക്വാളിറ്റി ഉള്ള വില കുറഞ്ഞ നല്ല അടിപൊളി വണ്ടികൾ. ക്വാളിറ്റിയാണ് മെയിൻ അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കും. നമ്മൾ മാക്സിമം നല്ല വില കുറച്ച് കൊടുക്കും. അത് മാത്രമല്ല എല്ലാവർക്കും നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു പെരുന്നാൾ ഓഫറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു കാരണവശാലും വീഡിയോ മിസ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ വിലകൾ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വന്ന് കണ്ട് ജസ്റ്റ് ക്വാളിറ്റിയോട് നോക്കുക. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതെ വണ്ടി ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടികൾ മാത്രം എടുക്കുക. നമ്മൾ മാക്സിമം അങ്ങനെയുള്ള വണ്ടികൾ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓഫറും കൂടി വേണം. അതെ തീർച്ചയായിട്ടും. നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ഈ ഇന്ത്യയിൽ ഒന്നും കാണിക്കുന്നില്ല, നമുക്ക് വേഗം എടുത്തു. ഒരുപാട് വണ്ടി ഉണ്ട്. അതെ. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണേ. ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ വാട്സപ്പിനകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പൊ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു ബലേനോ ഡെൽറ്റ വണ്ടിയാണ്. വളരെ നല്ല മനോഹരമായ വണ്ടി. സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ മാത്രം ഓടിയ 2019 നിൽക്കുന്ന ബലേനോ ഡെൽറ്റ എന്നുള്ള ഓപ്ഷനാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ട്, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാം ഉണ്ട്. അലോയ് വീൽ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ എടുത്തിട്ട് ഒന്നും ചെയ്യാല്ല, പെട്രോൾ അടിക്കുക ഓട്ടിക്കുക. അതെ 19 പെട്രോൾ വണ്ടിയാണ്. അതെ. അപ്പൊ ഈ 19 വണ്ടി നമ്മൾ 6,25,000 ഇട്ടുന്നതിനകത്ത് 40,000 ഓഫർ 5,80 കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം വരെ ലോണും കിട്ടും. ഒരു 80,000 ഡൗൺ പേയ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാം. 80 വേണ്ടി വരില്ല. ഞാൻ പിന്നെ മാക്സിമം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോക്കകത്ത് പറയുമ്പോൾ ചില ആൾക്കാർ നിങ്ങളത് 80 അല്ലേ പറഞ്ഞത്, ഇപ്പൊ അത് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇത് മാക്സിമം പറഞ്ഞാൽ ഇത് ശരിക്കും ലോൺ ഒരു 5,5 വരെ കിട്ടുന്ന സാധനമാണ്. എന്നാലും ഞാൻ ഒരു 5 രൂപ ലോണേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ബാലൻസ് ഒരു 80 രൂപ കണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും വേണ്ട, ഫുൾ ലോൺ കിട്ടും അല്ലേ? അതെ ഏറെക്കുറെ. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് 5,80 നിങ്ങൾക്ക് 2019 കൊണ്ടിട്ട് അതുപോലെ തന്നെ നല്ല ഫുൾ ഓപ്ഷനിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ മാരുതി ഇറക്കിയ സ്വിഫ്റ്റിനകത്ത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ZXA പ്ലസ് ആണ്. അതായത് ഇതിനകത്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിനകത്ത് നമ്മുടെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നുണ്ട്. ഡുവൽ ട്യൂൺ കളറാണ്. 2022 മോഡൽ ZXA പ്ലസ് എന്ന് പറഞ്ഞ വാഹനം. ഈ വാഹനം നിസ്സാരമായ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എനിക്ക് കറക്റ്റ് അറൗണ്ട് എനിക്കറിയില്ല, ഒരു 40-നകത്ത് 30 ഓടാൻ സാധ്യതയുള്ളൂ. 40,000 അല്ല 40,000 കിലോമീറ്റർ കറക്റ്റ് 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ 7,4 ചോദിച്ചെന്ന വാഹനം ഇതിനൊരു 45,000 ഓഫർ 6,80,000 രൂപ
അജു പറഞ്ഞ 1 രൂപ ഇല്ലാതെ സിബിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഫുൾ ലോൺ കിട്ടും. 1 രൂപ വണ്ടിയാണ്. പിന്നെ അഥവാ അല്ലെങ്കിൽ തന്നെയും ഒരു 6 ലക്ഷം രൂപ എങ്ങനെ പോയാലും ലോൺ കിട്ടും. എന്നാലും നിങ്ങളൊരു 30,000 രൂപ എന്താണ്ട് ഇതിനകത്ത് ഡാഷ് ക്യാമും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഉള്ള 4 പുതിയ ടയറും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല വണ്ടിയാണ്. ഒറ്റ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം. ഒരു കാരണവശാലും ഇവിടെ നമ്മളൊരു ആക്സിഡന്റ് സംഭവിച്ചൊരു വണ്ടിയോ അല്ലെങ്കിൽ ഫ്ലഡ് അകപ്പെട്ടൊരു വണ്ടി അങ്ങനെ ഒന്നും കൊടുക്കുന്നതല്ല. ധൈര്യമായി നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. വീഡിയോ അജു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊന്നൊരു 3.5 കൊല്ലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 3.5 കൊല്ലമല്ലേ? 2023 നമ്മൾ എടുത്തോളൂ. അല്ല 22 അതെ. ഏറെക്കുറെ 3-4 കൊല്ലം അടുപ്പിച്ചാവുന്നു ഇപ്പം. അപ്പൊ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കാര്യങ്ങൾ അജുന് കിട്ടിയിട്ടുണ്ടോ? ആരും പറയത്തില്ല. കാര്യം നമ്മൾ അത്രയും നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വണ്ടി നമുക്കൊന്ന് 6,80,000 കൊടുക്കാം. ഏറെക്കുറെ ഒരു 6 രൂപ ലോൺ മാക്സിമം ഫുൾ ലോൺ നമുക്ക് കിട്ടും. നിങ്ങൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടോ സോയിൽ ബ്രോ. കാരണം ആദ്യം ഒന്നും ഞാൻ കംപ്ലീറ്റ് വർത്തമാനം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് എനിക്കൊരു ഗ്യാപ്പ് വരുന്നില്ല. അതെ അല്ലേ? ഓക്കെ. അപ്പൊ അത് നമുക്ക് 6,80,000 കൊടുക്കാം അല്ലേ? 6,80,000. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണെങ്കിലോ ഇത് 2020 മോഡല് XZ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. XZ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് പിന്നെ ഒരു വേരിയന്റ് ആണ് XZ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. XZ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അലോയിലില്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ള അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ ഈ വണ്ടി വന്നിട്ട് 2020 മോഡലാണ്. പെട്രോൾ വണ്ടിയാണ്. നമ്മളിവിടെ 6.25 ലക്ഷം രൂപ ചോദിച്ച വണ്ടി നമുക്കൊരു 35,000 ഓഫറിൽ 5,90,000 ഇറക്കാം. 2020 വണ്ടി ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു 6 രൂപയ്ക്ക് മുകളിൽ ലോൺ കിട്ടും. വേണ്ട 6 രൂപ ലോൺ കിട്ടിയാലും 14 നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. ഈ ക്യാഷ് ബാക്ക് എന്നൊക്കെ പറയരുത്. അതിന് പറയത്തില്ലല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. കാരണം ലോണല്ല, അവർ അടച്ചു തീർക്കണ്ടേ? തീർച്ചയായിട്ടും. അല്ല ഞാൻ പറഞ്ഞ 5,90,000 വണ്ടി എടുക്കുകയാണെങ്കിൽ 10,000 രൂപ നിങ്ങളുടെ കയ്യിലിരിക്കും 6 രൂപ ലോൺ ഇട്ട് കഴിഞ്ഞാൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ 5,90,000 2020 മോഡല് ടാറ്റയുടെ നെക്സോൺ XZ അത്യാവശ്യം 5 സ്റ്റാർ റേറ്റിംഗിലുള്ള നല്ല അടിപൊളി ഒരു വണ്ടി. ഇനി കിക്സ് അല്ല, ഇതാണെങ്കിലോ ഇത് കൈഗർ വന്നിട്ട് 2022 മോഡലാണ്. ഈ വണ്ടി കമ്പനി ഇറക്കി ഏറ്റവും ടോപ്പ് വേരിയന്റ് ഏറെക്കുറെ 14 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ്. CVT ടർബോ ആണ് വണ്ടി. CVT ടർബോ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അപ്പൊ ഈ വണ്ടി എന്ന് വെച്ചാൽ ഓടിക്കാനൊക്കെ അസാധ്യ പുള്ളിങ്ങും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വണ്ടി ഓടിച്ചവർക്കറിയാം. ഒരിക്കലും ഈ വണ്ടി ആരും അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയില്ല. ഇതുവരെ നമുക്ക് ഫിനാൻസിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയത്. വളരെ റെയർ ആണ് ഈ വണ്ടി. അതായത് ഏറ്റവും ടോപ്പില് CVT ഓട്ടോമാറ്റിക് കിലോമീറ്റർ വന്നിട്ട് 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. നമ്മൾ 8 ലക്ഷം രൂപയാണ് നേരത്തെ ആസ്കിങ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു 65,000 ഓഫർ 7.35 നിങ്ങൾ 1 രൂപ തരണ്ട. ഇതും ഫുൾ ലോൺ എടുത്തോണ്ട് പോവാം. ഏറെക്കുറെ എനിക്കൊന്നൊരു 7.5 ലോൺ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് 7.35 മതി. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ 14 ലക്ഷം രൂപ വണ്ടി ഏറെക്കുറെ ഒരു 50% ഓഫറിൽ നേരെ പകുതി പൈസക്ക് വണ്ടി. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് 1, 2, 3, 4, 5 മാഗ്നറ്റ് ഉണ്ട്. ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അല്ല 5 അല്ല, ഇത് കൈഗറാണ്. ഒന്നുകൂടെ ഉണ്ടായിരുന്നു. അത് പെയിന്റിങ്ങിന് പോയി ശരിക്കും പറഞ്ഞു ഇന്നലെ. 4 മാഗ്നറ്റ് ഒരു കൈഗറും അല്ലേ? അതെ. ഈ വെള്ള മാഗ്നറ്റ് ഏതാ മോഡല്? വെള്ള മാഗ്നറ്റ് 2021 വണ്ടിയാണ്. മാഗ്നറ്റ് XV എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാം ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ അലോയ്സ്, പുഷ്പ സ്റ്റാർട്ട് എല്ലാം തന്നെ ഉണ്ട്. ഇതുകൊണ്ട് 15,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. വെറും 15,000 കിലോമീറ്റർ. നമ്മൾ 6.5 ചോദിച്ചിരുന്ന വണ്ടിയാണിത്. നമുക്ക് ഈ മാസം ഒരു 60,000 ഓഫറിൽ 5,90 എടുക്കാം. ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു 5.5-5.25 ലക്ഷം വരെ ലോണും കിട്ടും. അത്രയും ലോൺ കയറും ഈ സാധനത്തിന്. ഈ വണ്ടിക്ക് 11 ലക്ഷം രൂപ വണ്ടിക്ക് ഓൺ റോഡ് വിലയുണ്ട്. കൈഗർ നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് ഞാൻ എറണാകുളത്ത് ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. RXT ഓപ്ഷൻ വണ്ടിയാണ്. വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ബ്ലാക്ക് കളർ ഇരിക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട. കറക്റ്റ് കമ്പനി സർവീസ്. ഇത് 1 ലിറ്റർ. ഈ മാഗ്നറ്റ്, നിസാനും കൈഗറും എല്ലാം 1 ലിറ്റർ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാം 1 ലിറ്റർ. ടർബോ അല്ല. ഇത് സാധയാണ്. മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനും പക്കയാണ് കേട്ടോ. ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇപ്പൊ സർവീസ് ചെയ്ത ബില്ലും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു അപാകതയില്ല. ഈ പറയുന്ന ഒരു വണ്ടിക്കും ഒരു അപാകതയില്ല കേട്ടോ. എന്തെങ്കിലും അപാകത അജു ചോദിച്ചാൽ തന്നെ നന്നായി. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ പറയും. ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് നെഗോഷിയേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. 6 ലക്ഷം രൂപ കിട്ടുന്ന വണ്ടി നമുക്ക് 50 ഓഫർ 5.5 ലക്ഷം രൂപ കയറാം. 5.5 ലക്ഷം രൂപ ലോണും തരാം. 0 ഡൗൺ പേയ്മെന്റ് എടുക്കാം. 5,50,000 ഒരു സ്വിഫ്റ്റിന്റെ പൈസ പോലും ആവുന്നില്ല. 2023 വണ്ടിയാന്ന് ഓർക്കണം നിങ്ങൾ. എല്ലാ ഫീച്ചേഴ്സ്, അതായത് പുഷ്പ സ്റ്റാർട്ട്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാം ഉള്ള വണ്ടി. മാത്രമല്ല ഈ വിലക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. അതത്രേ ഉള്ളൂ. അതേപോലെ തന്നെ അടുത്തായിട്ട് ഒരു ബ്ലാക്ക്
ബ്ലാക്ക് ഇത് വന്നിട്ട് XV പ്രീമിയം, മാഗ്നറ്റ് XV പ്രീമിയം എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഈ വണ്ടിക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ 360 ക്യാമറയും കാര്യങ്ങളും പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഇൻഫോർട്ടേഷൻ സിസ്റ്റത്തിനകത്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടി വന്നിട്ട് 2023 വണ്ടി മാഗ്നറ്റ് XV പ്രീമിയം ടർബോ CVT ആണ്. അതായത് ഓട്ടോമാറ്റിക് ടർബോ ആണ്. കിലോമീറ്റർ വന്ന് 17,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ടർബോ CVT എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പെർഫോമൻസ് വണ്ടിയല്ലേ? അതെ അതെ, നമ്മൾ നേരത്തെ ആ കൈഗർ പറഞ്ഞ പോലെ തന്നെ നിസാൻ ഇറക്കിയ വണ്ടി മാഗ്നറ്റ് ആണ്. അതിനകത്ത് ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ് ഈ വണ്ടി. ഏറ്റവും ടോപ്പ്, അതായത് ടർബോ ആണ്, പ്രീമിയം ആണ്, CVT ആണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഈ വണ്ടി നമ്മൾ 8 ലക്ഷം രൂപ ഇട്ടുന്ന വണ്ടി നമുക്കൊരു 60 രൂപ ഈ മാസം ഓഫർ ഉണ്ട്. 7,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 7 ലക്ഷം രൂപയും എങ്ങും തൊടാതെ ലോൺ കിട്ടും. ഒരു 40,000 രൂപ കൊണ്ട് വന്നാൽ മതി. ഏറെക്കുറെ ഈ പറഞ്ഞ കണക്ക് ഈ വണ്ടി ഒരു 10-13 ലക്ഷം 14 ലക്ഷം രൂപ ഓൺ റോഡ് വിലയുള്ള വണ്ടിയാണ്. അപ്പം നമുക്കൊരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 40,000 ഡൗൺ പേയ്മെന്റ് 7,40,000 രൂപയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. അതും ബ്ലാക്ക് കളർ നീറ്റ് വണ്ടി. അതേപോലെ തന്നെ സെയിം സാധനം ഇതും ഈ പറഞ്ഞ അല്ലല്ല, സോറി, ഇത് അതല്ല. ഇത് മാഗ്നറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള കൂറോ എഡിഷൻ ആണ്. കൂറോ എന്ന് പറഞ്ഞ എഡിഷൻ കൂറയാണ്. അതെ അതെ അതെ. ഇത് പിന്നെ അവർ കൂറോ എന്ന് പറഞ്ഞ രീതിയിൽ ഇത് എഴുതിയുണ്ടോ, നിസാൻ മാഗ്നറ്റ് കൂറോ. ഇത് വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി നമ്മൾ നോക്കിയാൽ മതി. ഇതിന്റെ ഹെഡ്ലൈറ്റും ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ പിന്നെ ഈ ഫ്രണ്ട് ഇത് സാധനങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഉണ്ട് അജു, നമുക്കത് പിന്നെ ഈ കട്ടിങ്സ് ഒക്കെ കണ്ടോ, ചെറിയ എന്തൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ എന്താന്ന് എനിക്കും കറക്റ്റാ പറഞ്ഞ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയോണ്ട് എനിക്കും കറക്റ്റാ പറഞ്ഞറിയില്ല. അപ്പൊ ഇത് 2024 വണ്ടിയാണ്. 29,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി. പെട്രോളില് ഓട്ടോമാറ്റിക് ആണോ? പെട്രോളില് മാനുവൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ 360 ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്തും. ഈ നല്ല വിലയുള്ള, എനിക്ക് തോന്നുന്നു 10 ലക്ഷം രൂപ 11 ലക്ഷത്തിനകത്ത് ഓൺ റോഡ് വില വരുന്ന വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിക്കകത്ത് 2024 തന്നെ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ 7 ലക്ഷം രൂപ ചോദിച്ചിരുന്ന വണ്ടി 65,000 ഓഫറുണ്ട്. 6,35 കൊടുക്കാം. റൂഫൊക്കെ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. പോയിന്റ് ഉണ്ട്, അതെ കമ്പനി കൊടുക്കുന്നത്. അതുപോലെ തന്നെ അജു ഇതിനകത്ത് വേറെ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. സംഭവം എന്തായാലും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുഷ്പ ടെസ്റ്റ് ആയിട്ടുണ്ട്, അലോയ്സും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്, റെയിൽ റൂഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബ്ലാക്ക് നോക്കിക്കോട്ടെ. അതെ അതെ, കൂറോ എഡിഷൻ ഇപ്പൊ വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അതെ അതെ അല്ലേ, അതെ അതെ. എന്താ വില? ഇത് നമുക്ക് വന്നിട്ട് 7 ലക്ഷം രൂപ ആസ്കിങ് നമുക്ക് 65,000 ഓഫറിൽ 6,35 കൊടുക്കാം. 6,35 നിങ്ങൾക്ക് ഫുൾ ഓണിൽ ഈ വണ്ടി എടുത്തോണ്ട് പോകാം. പിന്നെ ഇതെല്ലാം അണ്ടർ വാറന്റി വണ്ടികളാണ്. ഈ പറയുന്ന ഏറെക്കുറെ വണ്ടികളൊക്കെ അണ്ടർ വാറന്റി വണ്ടികളാട്ടോ. ഇതാണെങ്കിലോ ഇത് വന്നിട്ട് 2022 മാഗ്നറ്റ് XV പ്രീമിയം ആണ്. ഇതും CVT ടർബോ വണ്ടിയാണ്. ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഈ 360 ക്യാമറയും പുഷ്പ ടെസ്റ്റ് ആയിട്ട് അലോയ്സും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഈ വണ്ടി ഇത് നമ്മൾ 8 ലക്ഷം രൂപ ചോദിക്കുന്നു, 7,35 കൊടുക്കാം. കിലോമീറ്റർ 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22-12 മാസം ഇറങ്ങിയ വണ്ടി. ഏറെക്കുറെ നമുക്ക് ഒരു 7 ലക്ഷം വരെ ലോണും കിട്ടും. ഒരു 35,000 രൂപ വരെ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം. 30,000 രൂപ തരാന്നല്ല പറയുന്നത്. 35,000 ഡൗൺ പേയ്മെന്റിൽ 7,35 ഈ വണ്ടി ടോട്ടൽ എടുത്തോണ്ട് പോവാം. അതുപോലെ തന്നെ ഈ കിയ സോണ്ട് HTK പ്ലസ് ആണ്. 2023 വണ്ടിയാണ്. അത്യാവശ്യം ഒരു മിഡിൽ വേരിയന്റിൽ എല്ലാ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ധാരാളം ആൾക്കാർ ഇപ്പം നിരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ എടുക്കുന്ന വണ്ടിയാണ്. 2023 4 മാസം വണ്ടി, HTK പ്ലസ്, 33,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി. നമ്മൾ 8.5 ലക്ഷം രൂപ ആയിരുന്നു നേരത്തെ ആസ്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഈ മാസം ഇതിന് 60,000 ഓഫർ 7,90 കൊടുക്കാം. 23 വണ്ടിയോ? 23 വണ്ടി HTK പ്ലസിനോ? HTK പ്ലസിന് 7,90 നമുക്ക് 7,500 രൂപ ലോണും തരാം. ഒരു 40 രൂപ വരും നിങ്ങൾക്ക് ഈ ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകും. അതുപോലെ തന്നെ WRV ആണെങ്കിലോ? WRV വന്നിട്ട് 2017 മോഡൽ ഡീസൽ വണ്ടിയാണ്. 17 ഡീസലാണ്. എറൗണ്ട് ഒരു 80-നകത്ത് ഓടിയിട്ടുണ്ട് ഈ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ക വണ്ടി. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. എസ് വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഹോണ്ടയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഡീസൽ വണ്ടിക്കകത്ത് ഒരു 20+ ഉറപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ സർവീസ് വന്നിട്ട് 4,000-4,500 രൂപയുള്ള ഒരു സർവീസ് ഒക്കെ അത്ര എക്സ്പെൻസ് കുറഞ്ഞൊരു വണ്ടിയാണ്. ഈ വണ്ടി വന്നിട്ട് നമുക്ക് 70,000 കിലോമീറ്റർ. അതെ അതെ. ഇതിൽ അടിച്ചത് നമ്മളിത് 6 ലക്ഷം രൂപയാണ് ആസ്കിങ്. നമുക്കിത് 5,80,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി 5,80,000 കൊടുക്കും. 2017 എസ് വേരിയന്റ് സിംഗിൾ ഓണർ. അതെ അതെ. അതുപോലെ തന്നെ ഈ
ഡസ്റ്റർ വന്നിട്ട് 2019 RXS 85 PS ആണ് ഈ വണ്ടി. RXS എന്ന് പറഞ്ഞ വേരിയന്റ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ കറക്റ്റ് എനിക്ക് അറിയില്ല ഈ വണ്ടി. നമുക്ക് ഈ വണ്ടി 6 ലക്ഷം രൂപ ആസ്കിങ്, 60,000 ഓഫർ 5,90 കൊടുക്കാം. 2019 മോഡലാണെന്ന് ആലോചിക്കണം. കിലോമീറ്റർ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 70 ഒക്കെ ആയി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 2019 ഡസ്റ്റർ RXS അതും 85 PS വണ്ടി 5,90 ഏറെക്കുറെ നമുക്കൊരു 5 രൂപ ലോണും കിട്ടും. അടുത്തൊരു മോഡലാണ് അല്ലേ? അത് കിഡ്ഗാച്ചൊരു മോഡലാണ്. അത്യാവശ്യം നല്ല ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുന്നത്, ഇവനെന്താ പറയുന്നത്, ഇടിക്കട്ട ഒരു ഗജ. അപ്പൊ 2021 താർ 4x4 ഡീസൽ വണ്ടിയാണ്. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. 50,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനം നമ്മളിവിടെ 14 ലക്ഷം രൂപയ്ക്ക് വിൽക്കായിട്ടിരുന്നു. 65,000 ഓഫറിൽ 50,000 ഓഫറിൽ 13,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. ഏറെക്കുറെ 12 ലക്ഷം രൂപ ലോണും കയറും. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുതൽ ഇറക്കിക്കൊണ്ട് അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്. 1.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് കുറയാതുണ്ട്. കാര്യം ഇതിന്റെ അകത്തൊക്കെ അജു കാണാം, നല്ല ഭംഗിയാണ്. അകമൊക്കെ AC വെന്റിന്റെ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഫിറ്റിംഗ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം അജു പറഞ്ഞ ഒരു 1.5 ലക്ഷം രൂപ എല്ലാം ഉണ്ട്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി പോകുന്നതാണ് നല്ല രസമാണ്. ഒരു അപാകത്തില്ല, ഒറ്റ അപാകത്തില്ല. അതുകൊണ്ട് നമ്മളെ ഈ മഹേന്ദ്രയാണ് തൊട്ടടുത്തുള്ളത്. ഇവിടത്തുള്ള സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പൊ ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 13,50,000 രൂപ. ഏറെക്കുറെ 12 ലക്ഷം ലോൺ കിട്ടും. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന ഇറക്കിക്കൊണ്ട് പോകാം. 2021 വണ്ടി 4x4 ഡീസൽ മാനുവൽ. അടിപൊളി. അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് BMW ഏതാ മോഡല്? 2016 മോഡല് BMW X1 S ഡ്രൈവ് എന്ന വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇത് 20D അല്ലേ? 20D ആണ്. 20D ആണ്. 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വാഹനം. ഒറിജിനൽ കേരള വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ് മിസ്റ്ററി ഒക്കെ ഉള്ള വാഹനം. 16 മോഡല് നമ്മുടെ കിലോമീറ്റർ 80,000 കിലോമീറ്റർ. നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന വിലക്കാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. അതായത് ഒറിജിനൽ കേരള വണ്ടി നിങ്ങൾക്ക് ഒരു റീ വണ്ടിയേക്കാൾ വില കുറച്ച് വരും. അതെ. X1 ആണ്. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടിയാണ് കേട്ടോ. അടിപൊളി വണ്ടി. നമ്മളിവിടെ 19 ലക്ഷമാണ് നമ്മളിവിടെ ആസ്ക് ചെയ്തോണ്ടിരുന്നത് നേരത്തെ. നമുക്ക് 1 ലക്ഷം രൂപ ഓഫർ 18 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ടുപോവാം. 18 ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 17 ലക്ഷം രൂപ ലോൺ തന്നെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോവാം. അതും ഇത്രയും വൃത്തിയുള്ള നല്ല ക്വാളിറ്റി വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി. ഒറ്റ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക വണ്ടി. ശരി. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2017 ഡിസയർ ആണ്. ഇത് ZXi പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് അന്ന് ഇറങ്ങിയ സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 17 വണ്ടിയാണ്. അതായത് പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, DRL ലൈറ്റ്, ഡയമണ്ട് കട്ട് അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ സാധനം ഉണ്ട്. ശരി. അത്യാവശ്യം നല്ല 10-20 മൈലേജ് ഒക്കെ കിട്ടുന്ന പെട്രോളില് എക്സ്പെൻസ് കുറഞ്ഞ നിങ്ങൾക്ക് പിന്നെ സർവീസ് എക്സ്പെൻസ് കുറഞ്ഞ നല്ലൊരു വാഹനം. ഈ വണ്ടി നമ്മൾ 5 രൂപ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. 15,000 ഓഫർ 5,35 ഫുൾ ഓണോട് എടുത്തോണ്ട്. അതും 17 വണ്ടിയാണ് ആലോചിക്കണം. ZXi പ്ലസ് ആണെന്ന് ആലോചിക്കണം. 5,35 കേട്ടോ. ഇനി ഇത് വളരെ റയർ ആയിട്ടുള്ള ഒരു സാധനം, കപ്പടിച്ചാൻ ഒരു പോളോ ആണ്. 2019 മോഡല്. റയർ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല വണ്ടി കിട്ടാൻ പാടാണ്. ഇത് പെട്രോൾ ആണ് വണ്ടി. 70,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓൾ സ്റ്റാർ അലോയ്സ് ഒക്കെ എങ്കിലും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലേ? ക്വാളിറ്റി പക്കയാണ്. 2019 കപ്പടിഷൻ. പോളോ ആണ്. ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഇതിന്റെ വില കൊണ്ട് നമ്മൾ ഞെട്ടിക്കുക. 5,80 ഇട്ടുന്ന വണ്ടി ഒരു 60 രൂപ ഓഫർ 5,20,000 എടുത്തോണ്ട് പോകും. അതായത് 2019 കപ്പടിഷൻ വണ്ടി. അതായത് ഒരു സ്വിഫ്റ്റിന്റെ വില പോലും ആവുന്നില്ല. പോളോ എന്ന് പറയുന്ന വണ്ടിയൊക്കെ അറിയാലോ. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും സ്ട്രോങ് ഉള്ള നല്ല പക്ക വണ്ടിയാണ്. 2019 മോഡൽ i20 സ്പോർട്സ് ആണ് വണ്ടി. ഇത് 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. നമ്മൾ 6 ലക്ഷം രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. ഈ മാസം 90,000 ഓഫർ 5,10 എടുത്തോണ്ട് പോകാം. 2019 പെട്രോൾ വണ്ടിക്ക്. പിന്നെ മോശമില്ലാത്ത റേറ്റില്ല. 5,10. പിന്നെ കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ ഇത് 45,000 കിലോമീറ്റർ. മോശമൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി ഉള്ളതാണ് മെയിൻ കാര്യം. അതുപോലെ തന്നെ ഇവിടെ സിയാസ് കിടപ്പുണ്ടല്ലോ. ഇവനെ ഞങ്ങൾ വിളിക്കുന്ന സിയാദ് എന്നാണ്. 2015 മോഡൽ സിയാദ്. ശരി. ഇത് അത് പെട്ടെന്നാണ് വിചാരിക്കും പെട്രോൾ വണ്ടിയാണ്. പക്ഷേ ഇത് പെട്രോൾ വണ്ടിയില്ല, ഇത് ഡീസലാണ്. ഈ വണ്ടി VDA വണ്ടിയാണ്. VDA പ്ലസ് ആണ്. അത്യാവശ്യം അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്ററിനകത്ത് ആയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വണ്ടിക്കകത്ത്. ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. നമ്മളൊരു കസ്റ്റമർ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 4.25 ലക്ഷം രൂപ കസ്റ്റമർ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ കസ്റ്റമർ നമ്മൾ പറഞ്ഞു
എന്തെങ്കിലും വില കുറച്ചിട്ടായാലും വണ്ടി കൊടുക്കും. ഫണ്ട് അർജന്റാന്ന് പറഞ്ഞ 55,000 ഓഫർ കസ്റ്റമറെ കൊണ്ട് വാങ്ങിച്ചിട്ട് 4,20 നമുക്ക് 2015 വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപ ലോണും കിട്ടും. ഡീസൽ വണ്ടിയാണ്, നല്ല മൈലുള്ള വണ്ടിയാണ്, ചെറിയ ഡൗൺ പേയ്മെന്റ് എടുത്തോണ്ട് പോവാം. അപാകത ഇതിനകത്തൊന്നുമില്ല, മോശമൊന്നുമില്ല, ക്വാളിറ്റി ഉണ്ട്, നോക്കിക്കോളൂ. അതുപോലെ തന്നെ i20 ഇതിനൊരു പ്രത്യേകത ഉണ്ടോ? ഈ വണ്ടിക്ക് ഗിയർ ഇല്ല, ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ അതെ. ഞാൻ ഈ പറയുന്ന വീഡിയോക്കകത്ത് വെറുതെ ഇത് തമാശക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. അല്ലെ ചിലപ്പോ ഈ കാണുന്ന ആൾക്കാർക്ക് അത് ഇവൻ എന്ത് അതെ 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 ഒട്ടനാഥ് ചോദിക്കും. അപ്പൊ 2023 മോഡൽ i20 സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടി 26,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി നമുക്ക് 7.5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 30,000 രൂപ ഈ മാസം ഓഫർ 7,20 കൊടുക്കാം. ഏറെക്കുറെ ഒരു 7 ലക്ഷം രൂപ ലോണും തന്നേക്കാം. 23 AMT ആണ് i20 സ്പോർട്സ്. അതെ, അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി അല്ലേ? കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്, 26,000 കിലോമീറ്റർ മാത്രമേ. ഇത് വേറെ അപാകതയൊന്നും ഇല്ലല്ലോ? ഒരു അപാകതയില്ല, പക്ക വണ്ടി, നീറ്റ് വണ്ടി അല്ലേ? വേണം നോക്കിയോ, മിസ് ചെയ്താ ഇനിയിപ്പോ ചിലപ്പോൾ അന്വേഷണം പക്ഷെ കിട്ടിക്കോണമെന്നില്ല. ഇതൊക്കെ അജു പറഞ്ഞെങ്കിൽ കിട്ടുമ്പോഴേ കിട്ടും. അതെ, ഇതാണെങ്കിലോ അമേസ് 2020 മോഡൽ അമേസ് SMT എന്ന് പറഞ്ഞ വണ്ടി, വെറും 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി. ഈ വണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ സീറ്റ് കവർ ആട്ടോ അജു. അടിപൊളി സീറ്റ് കവറാണ്, നല്ല ഭംഗിയെ കാണാൻ. പിന്നെ SMT അല്ലേ? SMT മാനുവൽ ആണ് വണ്ടി. 35,000 കിലോമീറ്റർ മാത്രം ഓടി ഈ വണ്ടി. നമ്മൾ 5.25 രൂപ വെച്ചിരുന്നു, 45 ഓഫിൽ 5.30 2020 വണ്ടി. 2020 വണ്ടി എത്ര? 5.30. അടിപൊളി, 5,30,000. അയ്യോ പറഞ്ഞില്ല, എത്ര ലോൺ വേണം? ലോണൊക്കെ സുഖമായിട്ട് ഫുൾ ലോൺ കയറൂലേ? സുഖമായിട്ട് കയറാം, അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഒരു അമേസ് എടുത്തോണ്ട് പോട്ടോ, ഹോണ്ടയുടെ വണ്ടി. ഈ അമേസോ ഇത് നല്ല വണ്ടിയാണ്, ഞാനിത് അടൂരിൽ നിന്ന് എടുത്തോണ്ട് വന്ന നല്ല അടിപൊളി വണ്ടി. 20 വണ്ടിയാണ്. അമേസ് SMT തന്നെ CVT ആണ് ഈ വണ്ടി. CVT ഓട്ടോമാറ്റിക് ആണ്. 35,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 20 മോഡൽ, കറക്റ്റ് കമ്പനി സർവീസ്. ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വിലയോ? ഈ വണ്ടി നമ്മൾ വന്നിട്ട് 6,70,000 ഇട്ടിരുന്ന വണ്ടി നമുക്ക് ഒരു 25,000 ഓഫറിൽ 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2020 CVT അല്ലേ? 2020 CVT. അതുപോലെ തന്നെ ഈ സിറ്റി ആണെങ്കിലോ? ഈ വണ്ടി പഴയ വണ്ടിയാണെങ്കിലും ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആ ദിവസം മുതൽ പുതിയ പേപ്പർ, 5 കൊല്ലത്തേക്ക് പേപ്പർ. 2009 വണ്ടിയാണ്. 1 ലാഖ് അടുപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിറ്റി V വേരിയന്റ് ആണ്. അലോയ്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പെട്രോൾ വണ്ടി, IV ടെക് എന്ന എഞ്ചിൻ ഒക്കെ ഉള്ളതാണ്. കസ്റ്റമർ ഇത് നമുക്ക് ഇവിടെ വിൽക്കാനായിട്ട് കൊണ്ടിട്ടുന്ന വണ്ടിയാണ്. പുള്ളി 2.5 വെച്ച വണ്ടി. കിലോമീറ്റർ അറിയോ? 1 ലക്ഷം കിലോമീറ്റർ 2.20 എടുത്തോണ്ട് പോയി വണ്ടി. കൂടുതലല്ലേ? കസ്റ്റമർ വണ്ടിയാണ്, 2009 IV ടെക് എഞ്ചിനാണ്. പിന്നെ പുത്തൻ പേപ്പർ ഉണ്ട്. 5 കൊല്ലത്തേക്ക്. ഇപ്പൊ വരുന്ന എഞ്ചിൻ ഏതാ? IV ടെക് അല്ല, VTEC എഞ്ചിൻ. മറ്റേ അന്ന് ഇറങ്ങിയില്ലാത്ത ഒരു VTEC എഞ്ചിനാണ്. സ്റ്റാർട്ടിങ് ഇതിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ എഞ്ചിൻ തന്നെയാണ് അതിലോട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അല്ല, 2006, 7, 8 വണ്ടികൾക്ക് അപേക്ഷിച്ചിട്ട് ഈ വണ്ടിക്ക് മുതലാണ് ഈ VTEC എഞ്ചിൻ ഇറങ്ങി തുടങ്ങിയത്. മറ്റേത് അതല്ലായിരുന്നു. അപ്പൊ അത് ഏതൊക്കെ എനിക്ക് തോന്നുന്നു കുറെ എണ്ണമൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. 2009 മോഡൽ വണ്ടിയാണ് അത്. പിന്നെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന് എഞ്ചിനകത്ത് പുത്തൻ പേപ്പറുള്ള വണ്ടി. ഹെഡ്ലൈറ്റ് ഒന്ന് മാറിയ വണ്ടി ക്ലീൻ ആയിട്ടോ? ക്ലീൻ ആയി. അതെ അതെ, വണ്ടി നല്ല പക്ക വണ്ടിയാണ്. നമുക്ക് വില 220. പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. നമുക്ക് കസ്റ്റമറോട് സംസാരിക്കാം എന്തായാലും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? 2017 മോഡൽ ഫോർഡ് ഫിഗോ അസ്പെയർ ആണ്. ഇത് ട്രെൻഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും സംഭവം ഇത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടും അല്ലേ? നല്ല മൈലേജ് കിട്ടും. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിലയാണ്. 2017 വണ്ടി ഡീസൽ വണ്ടി ആദ്യം എത്ര രൂപയ്ക്ക് എടുക്കും? ഒരിക്കൊരു 1 ലക്ഷം രൂപയ്ക്ക് വരും. നിന്റെ മോനെ വിളിക്കുന്നില്ലേ? ഇന്നസെന്റ് പറയാൻ ഒരെണ്ണം കൊടുത്തിട്ട് അവന്റെ കണ്ണാടി എടുത്തിട്ട് നമുക്ക് ഈ വണ്ടി 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2,50,000 2,50,000 കൂടുതലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം ഡീസൽ അല്ലേ, 17 അല്ലേ? നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. ഇത് 2.5 ലോണും കയറില്ലേ? 2.5 ലോണും കയറും. നമുക്ക് ഏറെക്കുറെ അത്യാവശ്യം എല്ലായിടം കൊണ്ട് നടക്കാൻ പറ്റിയ എന്ന് വെച്ചാൽ മൈലേജ് വൈസ് എല്ലാ വണ്ടി എല്ലായിടം കൊണ്ട് നടക്കാം. മൈലേജിൽ നമുക്ക് വലിയ രീതി നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് വലിയ രീതി പൈസ ആവാതെ നമുക്ക് സിറ്റിക്കകത്തൊക്കെ ഓടിച്ചു നടക്കാൻ പറ്റിയ ഒരു അപാകതയില്ല. 2017 മോഡല് ഡീസൽ അസ്പെയർ 2.5 ലക്ഷം രൂപ. നമ്മൾ 3 രൂപ ഇട്ടുന്നതാണ്. 50 ഓഫിൽ 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഇത് 2015 മോഡൽ ടാറ്റയുടെ സിസ്റ്റം തന്നെ വേരിയന്റ് ആണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടിയാണ്. ഡീസൽ അല്ല, ഇത് പെട്രോൾ ആണ് വണ്ടി. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. ഈ വണ്ടിയുടെ വില നമ്മൾ ഹൈലൈറ്റ് ആണ്. നമുക്കിതൊരു 2 ലക്ഷം രൂപ കൊടുത്തേക്കാം. 2 ലക്ഷം രൂപയ്ക്ക് 2015 മോഡൽ ഒരു ആൾട്ടോ എടുക്കുന്ന പ്രൈസ് നമുക്ക് ഈ വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. AC പവർ സ്റ്റീരിംഗ്, പവറിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് നമ്മുടെ ടാറ്റയുടെ അൾട്രോസ് ആണ്. ഈ കിടക്കുന്ന മുഴുവൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. പുറകിൽ ഒരുപാട് വണ്ടികളുണ്ട്.
അപ്പോൾ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വേണ്ടി പറയൂ. ഈ വണ്ടി 2022 മോഡലാണേ, 22 സിംഗിൾ ഓണർ, 27,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഈ വണ്ടിക്ക് അത് ഡീസൽ മാത്രം ഓടിച്ചാലേ ഓടത്തുള്ളൂ. ബാക്കിയുള്ള പെട്രോളും ഡീസലും ഉള്ള വണ്ടി താങ്കൾ കണ്ടിട്ടുണ്ടോ? അപ്പം ഈ വണ്ടി ഡീസൽ വണ്ടിയാണ്. നമ്മൾ 5.25 ലക്ഷം രൂപ, ഇതിനകത്ത് വലിയ ഓഫർ ഒന്നുമില്ല, ഒരു 15,000 ഓഫർ എന്നാലും കസ്റ്റമർ വണ്ടി നമ്മൾ കൊടുത്തേ 5,60,000 രൂപയ്ക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാം. 2022 ഡീസൽ. ഡീസൽ. അതെ, പിന്നെ വെച്ചാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. മൈലേജോ 18-20 എന്തായാലും കിട്ടും. അതുക്ക് മേലെ നമ്മളെ സുരേഷ് അതുക്ക് മേലെ അത്രയും പറഞ്ഞാൽ മതി. എന്തായാലും 20 കിലോമീറ്റർ എന്തായാലും നമുക്ക് മൈലേജ് കിട്ടും ഉറപ്പായിട്ടും. നല്ല നീറ്റ് വണ്ടി കേട്ടോ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്ക വണ്ടിയാണ്, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടി. നമുക്ക് 5,60,000 രൂപയ്ക്ക് ഏറെക്കുറെ 5 ലക്ഷം രൂപ ലോണും കിട്ടും. 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡീസൽ വണ്ടി എടുത്തോണ്ട് പോവാം. അപ്പൊ ഇനി നമ്മൾ കസ്റ്റമർ, നമ്മളെ പ്രേക്ഷകരായ നമ്മളെ അജുവിന്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരോട് പറയാണ്, പെരുന്നാളാണ് വരുന്നത്, അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ഈദ് മുബാറക്. അതുപോലെ തന്നെ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് യുദ്ധമാണ്. അപ്പൊ നമ്മുടെ പുറത്തുള്ള ആൾക്കാരൊക്കെ എല്ലാവരും വളരെ സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ അപ്പോൾ എല്ലാവർക്കും നമ്മൾ പെരുന്നാൾ ആശംസകളും, അതുപോലെ തന്നെ ഈ മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ പിന്നെ നിങ്ങൾക്ക് കറങ്ങാനൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളി ഒരു വണ്ടിയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി ഒരു സെക്കൻഡ് എപ്പിസോഡ് അജു പറഞ്ഞാൽ കൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരോടും ഷെയറും ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കാണിച്ച വണ്ടികളൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വേണമെങ്കിൽ ഈ ഒരു അവസരം കളയാണ്ട് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എന്നുള്ള ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-25 വണ്ടികളെ കാണിച്ചില്ലേ സർ? തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെ. ഒരു അപാധയും പറയാനില്ലാത്ത വൃത്തിയുള്ള വണ്ടികൾ. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ മിസ് ചെയ്യണ്ട. അഥവാ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഇല്ലെങ്കിലും നിങ്ങൾ ബാക്കിയുള്ളവരെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്നവർ ഈ വീഡിയോ കണ്ട് അവർ മുതലാക്കും, എത്തിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ മറക്കണ്ട. ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും